ഗായ്സ്, സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. എൻ്റെ പൊന്നു മക്കൾസ്, അടുത്ത മാസം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാം ആരംഭിക്കുകയാണ്. ആ എക്സാമിനകത്ത് ഫിസിക്സിനകത്ത് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതിയുടെ കാന്തിക ഫലങ്ങൾ എന്ന ചാപ്റ്ററിനകത്ത് പൊതുവെ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിനകത്ത് എന്താണ്, ന്യൂമറിക്കൽ പ്രോബ്ലങ്ങളോ ഇക്വേഷനുകളോ ഒന്നും പഠിക്കാനുള്ള, പകരം എന്താണ്, തിയറി മാത്രമാണ്. ആ തിയറിയിൽ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു 4 എക്സ്പെരിമെന്റ്, ഈസ്റ്റഡിന്റെ അതിമനോഹരമായിട്ടുള്ള 4 എക്സ്പെരിമെന്റുകൾ വരുന്നുണ്ട്. ആ എക്സ്പെരിമെന്റുകൾ കുട്ടികൾ കേൾക്കുമ്പോഴേ കുട്ടികൾക്ക് ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ എക്സ്പെരിമെന്റ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആ 4 എക്സ്പെരിമെന്റും ഒറ്റ ട്രിക്കിലൂടെ സെക്കൻഡ് ചാപ്റ്റർ സെറ്റ്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പെരിമെന്റ്, എങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ആ ഒരു എക്സ്പെരിമെന്റ് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുക, അതിനെല്ലാം ഒരു ഈസി മെത്തേഡുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന ഈ വാക്കുകളിലേക്കും അതേപോലെ തന്നെ ഈ സ്ലൈഡിലേക്കും മാത്രമായിരിക്കട്ടെ നിങ്ങളെ ശ്രദ്ധ. ഞാൻ നിങ്ങളിങ്ങോട്ട് ആവാഹിച്ചെടുക്കുകയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാലും അതായത് ഈസ്റ്റഡിൻ്റെ ഒരു മോഡൽ എക്സ്പെരിമെൻറ്റുകളാണ്. ഏകദേശം 4 എക്സ്പെരിമെൻ്റാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ഈ 4 എക്സ്പെരിമെൻറ്റ് നമുക്ക് ഏത് രീതിയിൽ പഠിക്കാം? ഒരു ട്രിക്കിലൂടെ, ഒരു പാട്ടിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻറ്റ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആദ്യം ഈ കാര്യം നിങ്ങൾക്കറിയണം. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇതിനെ നമ്മൾ എന്താ പേര് പറയാം? ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. അതന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതന്നെ പറഞ്ഞോളൂ. കറക്റ്റ്. ഏതാണ്? നമ്മളെ കോമ്പസ് ആണ് അല്ലേ? അതായത് കാന്തസൂചി എന്നൊക്കെ പറയാം അല്ലേ? മാഗ്നറ്റിക് നീഡിൽ കോമ്പസ് ആണ് അല്ലേ? അപ്പോൾ ഈ കാന്തസൂചിക്ക് ഇവിടെ എന്ത് ചെയ്യാം, സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇത് ഒരു നോർത്ത് സൗത്ത് ദിശയിലാണ് ഇത് നിൽക്കുന്നത്. ഇനി ഇത് ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്താൽ, ഈ ചിത്രത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നോർത്ത് പോൾ, അതായത് ഈ കാന്തസൂചിയുടെ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഈ നോർത്ത് പോള് ഇങ്ങനെയാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമുക്ക് ആൻറ്റി ക്ലോക്ക്, അപ്രദക്ഷിണ ദിശ, എതിർ ഘടികാര ദിശ എന്നൊക്കെ പറയാം. ഒന്നുമില്ല, ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇങ്ങനെയാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് ആണ്. ഇങ്ങനെയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക്, ഇങ്ങനെയാണെങ്കിലോ ക്ലോക്ക് വൈസ്, പ്രദക്ഷിണ ദിശ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഈ നോർത്ത് പോളിൽ 2 ദിശയിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുക, 2 ദിശയിലേക്കാണ് വിഭ്രംശിക്കാൻ പറ്റുക. അപ്പോൾ ഈ ആൻറ്റി ക്ലോക്ക് ആണെങ്കിൽ അത് വെസ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു, ഇനി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ഈസ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ ഒരു കാര്യം നിങ്ങളെ മനസ്സിനകത്ത് ഉണ്ടാവണം. നോക്കിക്കോളെ, എന്താണ്, നോർത്ത് പോൾ ആൻറ്റി ക്ലോക്ക് ആണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഏതായിരിക്കും? വെസ്റ്റ് ആയിരിക്കും. ഇനി ക്ലോക്ക് വൈസ് ആണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, അത് ഏതായിരിക്കും? ഈസ്റ്റ് ആയിരിക്കും. അതായത് ഇത് കിഴക്കാണ്, ഇത് പടിഞ്ഞാറാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാണ്. അപ്പോൾ ഒന്നുമില്ല, എന്താണ്, നമ്മളെ കാന്തസൂചി പ്രദക്ഷിണ ദിശയിലാണ് കറങ്ങുന്നതെങ്കിൽ, അതായത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതേതായിരിക്കും? ഈസ്റ്റ്, കിഴക്കിലേക്കായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുക. ഇത് ഓർത്തു വെക്കണം. ഇനി അതോടൊപ്പം തന്നെ ഈ കാന്തസൂചി അപ്രദക്ഷിണ ദിശയിലാണ് കറങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചലിക്കുന്നതെങ്കിൽ, ഡിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് വെസ്റ്റിലേക്ക്, പടിഞ്ഞാറിലേക്കായിരിക്കും. ഈ ഒരു ചെറിയ ഐഡിയ ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കിത് കണ്ടെത്താൻ പറ്റുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലസ് ഒക്കെ ഇട്ടിട്ട് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്താം. അതായത് ന്യൂസ് ഇങ്ങനെ സെറ്റ് എഴുതി കഴിഞ്ഞാൽ NEWS ഇങ്ങനെയാണ് എഴുതുക അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ എക്സ്പെരിമെന്റിലേക്ക്. മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ വൃത്തിയായി പഠിക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചോദ്യവും വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ പഠിച്ച കാര്യത്തിൻ്റെ നേരെ എതിർദിശയിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിട്ടുള്ള പിക്ചറാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് സാധാരണ വരിക. ഇനി അഥവേ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ, ഈ AB എന്നുള്ള ചാലകം, കണ്ടക്ടറിന്റെ താഴെയാണ് നമ്മൾ കാന്തസൂചി വെച്ചിട്ടുള്ളത്. മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, എന്താണ്, ഈ AB എന്നുള്ള കണ്ടക്ടറിന്റെ താഴെയാണ്, ചാലകത്തിന്റെ താഴെയാണ് നമ്മൾ കാന്തസൂചി മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാവും, ഈ ചാലകം അല്ലെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ചാലകത്തിന്റെ മുകൾ ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ AB എന്ന കണ്ടക്ടറിന്റെ മുകൾ ഭാഗത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടരുത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടരുത്. എന്താണ്, ഇത് പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയാൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങളെ മനസ്സിനകത്തുണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള അതേ എക്സ്പെരിമെന്റ് നമ്മൾ ഈസി ആയിട്ട് പഠിക്കാൻ പോകണം. നോക്കിക്കോളെ, ഇനി എല്ലാവരും എന്ത് ചെയ്യാണ്, കൊഞ്ചം ടൈം ഇങ്ക മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ നോക്കിക്കോളൂ, നമുക്കൊരു ചിത്രം തന്നു കഴിഞ്ഞാൽ ഇവിടെ
പ്ലസ് എന്ന് പറഞ്ഞാൽ അതായത് വലിയ ലീഡ് പോസിറ്റീവാണ്, ചെറിയ ലീഡ് നെഗറ്റീവാണ്. അപ്പോൾ എപ്പോഴും കറണ്ട് പാസ് ചെയ്യുന്ന പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഇതിലാർക്കും ഒരു കൺഫ്യൂഷനും ബുദ്ധിമുട്ടും മനപ്രയാസം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മക്കൾസ് കറക്റ്റ് ആണല്ലോ അല്ലേ? അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് അല്ലേ? അപ്പോൾ ഇവിടെ എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. കറക്റ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ വരയ്ക്കുന്നത് ഏത് ഡയറക്ഷനാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഞാനിപ്പോൾ ഇവിടെ ഈ വരയ്ക്കുന്ന ഏത് ഡയറക്ഷൻ ഒന്ന് പറയാൻ പറ്റുമോ? ഇത് ഏതാണ്? ആൻറ്റി ക്ലോക്ക് അല്ലേ? ആൻറ്റി ക്ലോക്ക് അല്ലേ? അതായത് അപ്രദക്ഷിണ ദിശ. ക്ലോക്കിൽ സൂചി കറങ്ങുന്നതിൻ്റെ എതിർദിശയിലല്ലേ ഇപ്പോൾ കറണ്ട് പോകുന്നത്. ആദ്യത്തെ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കുക, ഫസ്റ്റ് പിക്ചറിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കറണ്ട് പാസ് ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് ആൻറ്റി ക്ലോക്കിലേക്കാണ്. ആൻറ്റി ക്ലോക്ക്, ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക്, അപ്രദക്ഷിണ ദിശ. അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഇവിടെ കറണ്ട് പാസ് എങ്ങനെയാണ്? അപ്രദക്ഷിണ ദിശ, ആൻറ്റി ക്ലോക്കാണ്. ആൻറ്റി ക്ലോക്കാണ് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. താഴെ കിടക്കുന്ന മാഗ്നറ്റിക് നീഡിലും ആൻറ്റി ക്ലോക്കിലേക്ക് തന്നെ ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. താഴെ കിടക്കുന്ന മാഗ്നറ്റിക് നീഡിലും ആ കാന്തസൂചിയും അപ്രദക്ഷിണ ദിശയിലേ ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു അപ്രദക്ഷിണയിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യാൻ വെസ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇങ്ങനെയാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക. അതായത് വെസ്റ്റ്, പടിഞ്ഞാറിലേക്കാണ് അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, വിഭ്രംശിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിലേക്ക് നോക്ക്. എന്താണ്? കറണ്ട്. ഇതൊരു ബ്ലണ്ടർ ട്രിക്കാണ്, ഞാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. അപ്പോൾ നോക്കി, ഈ ഒരു ചിത്രം കണ്ട ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, ഇനി ചിന്തിക്കാനും നിൽക്കണ്ട. കറണ്ട് പാസ് ചെയ്യുന്ന പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആൻറ്റി ക്ലോക്ക് ആണെങ്കിൽ താഴത്തും ആൻറ്റി ക്ലോക്ക്, മുകൾ ഭാഗത്ത് ആൻറ്റി ക്ലോക്ക് ആണെങ്കിൽ താഴത്തും ആൻറ്റി ക്ലോക്ക്, മുകൾ ഭാഗത്ത് അപ്രദക്ഷിണ ദിശയാണെങ്കിൽ താഴത്തും അപ്രദക്ഷിണ ദിശ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കണം. ടെക്സ്റ്റ് ബുക്ക് കൊടുത്തുള്ള രണ്ടാമത്തെ പിക്ചർ, ആ ഫിഗർ എന്ന് പറഞ്ഞാൽ പ്ലസ് ഇവിടെയാണ് കൊടുത്തത്, അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ഇവിടെയാണ്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതായത് ബിയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ വരച്ചാൽ ഇത് ഏതായിരിക്കും? ഇത് ക്ലോക്ക് വൈസ് ആണ്. ഏതായിരിക്കണം? ഇത് ക്ലോക്ക് വൈസ്. ഇത് ഏതായിരിക്കണം? ക്ലോക്ക് വൈസ്. അങ്ങനെയെങ്കിൽ താഴത്തും ഏതായിരിക്കും? ക്ലോക്ക് വൈസ്. ഇവിടെ ആൻറ്റി ക്ലോക്ക് ആകുമ്പോൾ വെസ്റ്റിലേക്കാണെങ്കിൽ, ഇവിടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ എങ്ങോട്ടായിരിക്കും? ഈസ്റ്റിലേക്കായിരിക്കും. അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ നോക്ക്, ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണ്. ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രദക്ഷിണ ദിശ. അതുകൊണ്ട് താഴത്തെ മാഗ്നറ്റിക് നീഡിലും എങ്ങനെയാവും? ക്ലോക്ക് വൈസ്, അതായത് ഈസ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ എക്സ്പെരിമെന്റിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പരീക്ഷയ്ക്ക് ഒരു പിക്ചർ വന്നാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് ആണെങ്കിൽ ആൻറ്റി, അപ്പോൾ ഇവിടെ ആൻറ്റി ആൻറ്റി, ക്ലോക്കോ ക്ലോക്കോ. കണ്ടില്ല? അത്രേ ഉള്ളൂ. ഇപ്പോൾ കിട്ടിയില്ലേ? ഈ ചിത്രത്തിനകത്ത് ആൻറ്റി ആൻറ്റി, ഇവിടെ എന്താണ്? ക്ലോക്കോ ക്ലോക്കോ. അതുകൊണ്ടാണ് ഞാൻ മുകൾ ഭാഗത്ത് ഒരു ഹെഡിങ് കൊടുത്തുണ്ടോ, ആൻറ്റി ആൻറ്റി ക്ലോക്കോ ക്ലോക്കോ നീഡിൽ ബിലോ ദ കണ്ടക്ടർ. നീഡിൽ ബിലോ ദ കണ്ടക്ടർ, കണ്ടക്ടറിൻ്റെ താഴത്താണ് നീഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വരി നിങ്ങളെ മനസ്സിലായത്, ആൻറ്റി ആൻറ്റി ക്ലോക്കോ ക്ലോക്കോ നീഡിൽ ബിലോ ദ കണ്ടക്ടർ. അത്രേ ഉള്ളൂ. ഇത് ലാസ്റ്റ് നമുക്കൊരു പാട്ടായിട്ടൊക്കെ പാടാം. അപ്പോൾ നോക്ക്, നിങ്ങൾക്ക് ഇനി പാടാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആൻറ്റി ആൻറ്റി ക്ലോക്കോ ക്ലോക്കോ എന്ന് മാത്രം ഓർത്തച്ചാൽ. ഈ ചിത്രത്തിനകത്ത് നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? ആൻറ്റി ആൻറ്റി ക്ലോക്കോ ക്ലോക്കോ. ഞാനതൊരു പാട്ടാക്കി. എങ്ങനെയാണ്? ആൻറ്റി ആൻറ്റി ക്ലോക്കോ ക്ലോക്കോ നീഡിൽ ബിലോ ദ കണ്ടക്ടർ. അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കുക. നമ്മൾ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു മക്കൾ. ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് നോക്കുക. എന്താണ്? ഈ ചിത്രത്തിനകത്തും നമുക്ക് എന്ത് ചെയ്യും? എ ബി എന്ന് അടയാളപ്പെടുത്തും. ഞാൻ ഇവിടെ എ ബി എന്ന് അടയാളപ്പെടുത്തി എന്ന് വിചാരിക്കാം. ഇനി കറണ്ട് പാസ് ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെന്ന് വിചാരിക്കുക. കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുക്കുകയാണ്. കറണ്ട് പാസ് ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ കറണ്ട് നേരെ മുകളിലേക്കാണ് പോകുന്നത്. കറണ്ട് എങ്ങനെ പോകുന്നത്? നേരെ മുകളിലേക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? തമ്പ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താണ് ഉപയോഗിക്കേണ്ടത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നമ്മൾ നേരത്തെ പഠിച്ച ഈ ഒരു എക്സ്പെരിമെൻറ്റിനകത്തും നമ്മൾ ഉപയോഗിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലത് കൈ പെരുവിരൽ നിയമമാണ്. ആംബിയർ സ്വിമ്മിംഗ് റൂൾ ഉപയോഗിക്കുക, ഇനി അതല്ലെങ്കിൽ സ്നോ റൂൾ ഉപയോഗിക്കുക. പക്ഷെ ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലത് കൈ പെരുവിരൽ നിയമം എന്ന് പഠിച്ചാൽ. അപ്പോൾ ഈ ചിത്രത്തിനകത്ത് നോക്കുക, കറണ്ട് എയിൽ നിന്ന് ബി മുകളിലേക്കാണ്. കറണ്ട് പോകുന്ന മുകളിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക ഈ കയ്യിലെ വിരൽ നോക്കുക.
നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞതാ വിരലുകളൊക്കെ ഇങ്ങനെയല്ലേ, അപ്പൊ അത് ആന്റി ക്ലോക്ക് അല്ലേ. അപ്പൊ കറണ്ട് മുകളിലേക്കാണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആന്റി ക്ലോക്ക്, കറണ്ട് മുകളിലേക്കാണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആന്റി ക്ലോക്ക്, കറണ്ട് മുകളിലേക്കാണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആന്റി ക്ലോക്ക്. അതുകൊണ്ടാണ് ഞാനിവിടെ അപ്പ്, കറണ്ട് മുകളിലേക്ക് അപ്പ്, അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആന്റി. നോക്കുക, അപ്പ് ആന്റി. എന്താണ് നിങ്ങളോട് ഓർത്ത് വെക്കേണ്ടത്? അപ്പ് ആന്റി, അപ്പ് ആന്റി. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണേ. ഞാൻ ഈ പറയുന്ന പോയിന്റ് അപ്പ് ആന്റി. എന്താണ് അപ്പ് ആന്റി പറഞ്ഞാല്? മുകളിലേക്കാണെങ്കിൽ ആന്റി ക്ലോക്ക്, മുകളിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നതാ. തമ്പ് റൂൾ ഇങ്ങനെ പിടിക്കുക, തള്ളവിരലാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ആന്റി ക്ലോക്ക് ആണ്. അപ്പൊ അപ്പ് ആന്റി. അങ്ങനെയെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. കറണ്ട് താഴത്തേക്കാണ് വരുന്നത്. ഈ ചിത്രത്തിലേക്ക് നോക്കൂ, തമ്പ് റൂൾ നേരെ താഴത്തേക്ക്. ഞാനിപ്പോൾ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഡൗൺ, താഴത്തേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. കറണ്ട് താഴത്തേക്കാണ് പാസ് ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്ലോക്ക് വൈസ് ആണ്. ഇവിടെ അപ്വേർഡ് ആണെങ്കിൽ കറണ്ട് അപ്വേർഡ് ആണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ആന്റി ക്ലോക്ക്. അങ്ങനെയെങ്കിൽ ഇവിടെ കറണ്ട് താഴത്തേക്കാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ്. എങ്ങനെയാണ്? ക്ലോക്ക് വൈസ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട എത്ര ഉള്ളൂ? ഡൗൺ. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ, സി, ഡൗൺ സി. സി എന്ന് ഉദ്ദേശിക്കുന്ന ഏതാണ്? ക്ലോക്ക് വൈസ്. സി എന്ന് ഉദ്ദേശിക്കുന്ന ഏതാണ്? ക്ലോക്ക് വൈസ്. അപ്പൊ ഇതാ മുകൾ ഭാഗത്തെ എൻ്റെ ഹെഡിങ് നോക്കുക. മുകൾ ഭാഗത്തെ ഹെഡിങ് എന്തോടുത്ത്? അപ്പ് ആന്റി. ഇതാണ് അപ്പ് ആന്റി. ഡൗൺ സി, ഡൗൺ സി. കണ്ടില്ലേ? അപ്പ് ആന്റി, ഡൗൺ സി, അപ്പ് ആന്റി, ഡൗൺ സി. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആദ്യത്തെ നിങ്ങൾ ആന്റി ക്ലോക്കോ കേട്ടില്ലേ? ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ സി, കുത്തനെയാണ് കണ്ടക്ടർ. അപ്പൊ രണ്ടാമത്തെ വരി എന്താണ്? അപ്പ് ആൻഡ് ഡൗൺ സി, കുത്തനെയാണ് കണ്ടക്ടർ. അപ്പ് ആൻഡ് ഡൗൺ സി, കുത്തനെയാണ് കണ്ടക്ടർ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ രണ്ട് വരികൾ, രണ്ട് എക്സ്പെരിമെന്റ് കറക്റ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ അല്ലേ, സെറ്റ്. അങ്ങനെയെങ്കിൽ ഇതാ ഈ പരീക്ഷയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം വരാം. ഈ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടെ എക്സും വൈ ഒക്കെ അടയാളപ്പെടുത്തും. എന്നിട്ട് ഈ എക്സ് ഭാഗത്തെയും വൈ ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടെത്താൻ പറയും. ഒരു കൺഫ്യൂഷനും വേണ്ട, പോസിറ്റീവ് ഇവിടെയാണ്. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ എ ബി സി ഡി എന്ന് കൊടുത്തു വിചാരിക്കാം. അപ്പൊ എ ബി എന്നുള്ള കണ്ടക്ടർ, എ ബി എന്നുള്ള ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? കറണ്ട് മുകളിലേക്കാണെങ്കിൽ അപ്പ് എന്തായിരിക്കും? ആന്റി. അത് മനസ്സിലുണ്ടായാൽ മതി. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ആന്റി. ഇനി സി ഡി എന്നുള്ള ഭാഗത്ത് കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? താഴത്തേക്കാണ്. അപ്പൊ നിങ്ങളെ മനസ്സിനകത്തുണ്ട് ഡൗൺ സി. സി എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഉള്ളിലേക്ക്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ സി, അപ്പ് ആൻഡ് ഡൗൺ സി, കുത്തനെയാണ് കണ്ടക്ടർ. ഇത്രേ ഉള്ളൂ. ഈസി ആണല്ലോ, കറക്റ്റ് അല്ലേ? അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ചിത്രങ്ങൾ വന്നാലും നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇനി അടുത്ത രണ്ട് എക്സ്പെരിമെന്റോട് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എക്സ്പെരിമെന്റ് തീർന്നു. ഇനി ഇവിടെ നമുക്ക് ഒരു കണ്ടക്ടർ എന്ത് ചെയ്തു? ഒരു സർക്കുലർ ലൂപ്പ് പോലെ, ഒരു വളയം പോലെ നമുക്ക് തന്നു അല്ലെ, ഒരു ഒറ്റ റിങ് പോലെ നമുക്ക് തന്നു. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് നോക്കിക്കോളൂ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പൊ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ. അതായത് കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. കറണ്ട് പാസ് ചെയ്യുന്നത് പ്രദക്ഷിണ ദിശയിലാണ്. കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? കറണ്ട് പാസ് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ അടയാളപ്പെടുത്തിട്ട് ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ക്ലോക്ക് വൈസ് ആണ്. കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെ? ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയെങ്കിൽ ഇതും നമ്മളെ തമ്പ് റൂൾ തന്നെയാണ്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഞാനിപ്പോൾ ഈ അടയാളപ്പെടുത്തി ഈ ഭാഗത്ത് എന്ത് ചെയ്യുക? ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ് വരുന്നത്. അതായത് ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വരിക. ഇൻ ടു ദ കോയിലാണ്. എങ്ങനെയായിരിക്കണം? ഇൻ ടു ദ കോയിൽ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കണം? ഇൻ ടു ദ കോയിൽ. കോയിലിന്റെ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മളെ ഹെഡിങ് എന്താണ്? കറണ്ട് പാസിംഗ് ക്ലോക്ക് വൈസ്. കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കും? ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ. അത്രേ ഉള്ളൂ. ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ. കറണ്ട് പാസിംഗ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ. കണ്ടല്ലേ? കണ്ടക്ടറിന്റെ ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വരിക. അപ്പൊ അടുത്ത വരി അതാണ്. കറണ്ട് പാസിംഗ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ. കറണ്ട് പാസിംഗ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ. അപ്പൊ ഈ ചിത്രത്തിനകത്തേക്ക് നോക്കിയാൽ കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇതിന്റെ ഉള്ളിലേക്കായിരിക്കും, ഈ കോയിലിന്റെ ഉള്ളിലേക്കായിരിക്കും. ഇൻ ടു ദ കോയിൽ, കോയിലിന്റെ ഉള്ളിലേക്ക് നോർത്തേക്കാം. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് പിക്ചർ നോക്കൂ.
ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് പോസിറ്റീവ് ലൈനിൽ, പോസിറ്റീവ് പ്ലസ് മുകളിൽ കൊടുത്തു. അപ്പോൾ ഇവിടുന്ന് വന്നിട്ട് കറണ്ട് ഇങ്ങനെ പാസ്. ഇതിപ്പോൾ ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു ഞങ്ങൾ കേൾക്കട്ടെ. ഇപ്പം ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്? കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണോ? അല്ല. കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് ആണ്. ആൻറ്റി ക്ലോക്ക് ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇൻ ടു ദ കോയിലാണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് ആണെങ്കിൽ എന്തായിരിക്കും? കോയിലിൽ നിന്നും പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അത്രേ ഉള്ളൂ. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്ന പ്ലസിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആകുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന ആൻറ്റി ക്ലോക്കാണ്, അപ്രദക്ഷിണ ദിശയാണ്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? കോയിലിൽ നിന്നും പുറത്തേക്കാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കണം? കോയിലിൽ നിന്നും പുറത്തേക്കാണ്. കോയിലിൽ നിന്നും പുറത്തേക്ക്. നമ്മുടെ ഹെഡിങ് ഒന്ന് നോക്കൂ, എന്താ കൊടുത്തില്ലേ? കറണ്ട് പാസിങ് ആൻറ്റി ക്ലോക്ക്, കോയിലിൽ നിന്ന് പുറത്തേക്ക്. കണ്ടില്ലേ? കറണ്ട് പാസിങ് ആൻറ്റി ക്ലോക്ക് അല്ലേ? കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക്. അപ്പോൾ എന്തായിരിക്കും? കോയിൽ നിന്ന് പുറത്തേക്ക്. കണ്ടല്ലേ? കോയിൽ നിന്ന് പുറത്തേക്ക്. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെയെങ്കിൽ ഈ രണ്ട് പിക്ചറോട് ഒന്നിച്ച് നോക്കാം നമുക്ക്. കറണ്ട് പാസ് ചെയ്യുന്ന ഇവിടെ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം? ഇൻ ടു ദ കോയിൽ. അത്രേ ഉള്ളൂ. ഇനി കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് ആണ്. അപ്പോൾ എന്തായിരിക്കും? കോയിൽ നിന്നും പുറത്തേക്കാണ്. അപ്പോൾ നമ്മൾ വരി മുകളിൽ കൊടുത്താണ്ടോ? കറണ്ട് പാസിങ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ, കറണ്ട് പാസിങ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ, കറണ്ട് പാസിങ് ആൻറ്റി ക്ലോക്ക്, കോയിൽ നിന്ന് പുറത്തേക്ക് അല്ലേ? രണ്ടാമത്തെ പിക്ചർ നോക്കി. എന്താണ് രണ്ടാമത്തെ? എന്താ കൊടുത്തുള്ളത്? കറണ്ട് പാസിങ് ക്ലോക്ക് വൈസ്. എന്താണ്? കറണ്ട് പാസിങ് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ കോയിൽ നിന്നും പുറത്തേക്ക്. അപ്പോൾ ഈ വരികൾ ഓർത്തിച്ചാൽ മതി. അപ്പോൾ 4 എക്സ്പെരിമെൻറ്റിന് ഞാൻ 4 വരികൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഇനിയിപ്പോൾ പാട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആൻറ്റി ക്ലോക്കോ ഫസ്റ്റത്തെ കഴിഞ്ഞു. അപ്പ് ആൻഡ് ഡൗൺ സി സെക്കൻഡ് കഴിഞ്ഞു. ഇനി എന്താണ്? കറണ്ട് പാസിങ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ, കറണ്ട് പാസിങ് ആൻറ്റി ക്ലോക്ക്, കോയിൽ നിന്നും പുറത്തേക്ക്. ഇത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മളെ വരികൾ എന്താണ്? ആൻറ്റി ക്ലോക്കോ നീഡിൽ ബിലോ ദ കണ്ടക്ടർ, അപ്പ് ആൻഡ് ഡൗൺ സി കുത്തനെയാണ് കണ്ടക്ടർ, കറണ്ട് പാസിങ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ, കറണ്ട് പാസിങ് ആൻറ്റി ക്ലോക്ക്, കോയിൽ നിന്ന് പുറത്തേക്ക്. ഓ സൈലമോ ജേക്കെ. ഇത്രേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് വരുന്നത് മക്കൾസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നോക്കാം നമുക്ക് ഈ 4 വരികളിലൂടെ. അപ്പോൾ ഇതിനകത്ത് മലയാള മീഡിയക്കാർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ മലയാള മീഡിയക്കാർക്ക് ബുദ്ധിമുട്ടാവണ്ട. ക്ലോക്ക് വൈസ് എന്നുള്ളത് പ്രദക്ഷിണ ദിശ അല്ലേ? ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രദക്ഷിണം. അത് നിങ്ങൾ ക്ലോക്ക് വൈസ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ടീച്ചർ മാർക്ക് തരും. ആൻറ്റി ക്ലോക്ക് എന്ന് പറഞ്ഞാൽ അപ്രദക്ഷിണ ദിശ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് തരും. ഒരു പേടിയും പേടിക്കണ്ട. ഇനി അല്ലെങ്കിൽ ഇതാൾ കൊടുത്തിട്ടുണ്ട് അപ്രാണ് അപ്രദക്ഷിണം, ദക്ഷിണ. ചാലകം സൂചിക്ക് മുകളിലാണ്. ചില തെലുങ്ക് പാട്ടുകളൊക്കെ മലയാളത്തിലേക്ക് മാറ്റൂലേ? ആൻറ്റി ക്ലോക്കോ നീഡിൽ ബിലോ ദ കണ്ടക്ടർ. അതിനെന്താ പറയുക? ദക്ഷിണ ചാലകം സൂചിക്ക് മുകളിലാണ്. മുകളിൽ താഴെ ദക്ഷിണ, കുത്തനെയാണ് കണ്ടക്ടർ. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ പഠിക്കണം നിർബന്ധമല്ല. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 4 എക്സ്പെരിമെൻറ്റ് ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 4 എക്സ്പെരിമെൻറ്റിൽ മക്കൾസേ ഈ പരീക്ഷയ്ക്ക് 2 എക്സ്പെരിമെൻറ്റ് ഷുവറാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പാട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാം? ആൻറ്റി ക്ലോക്കോ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിന്. അപ്പ് ആൻഡ് ഡൗൺ സി അല്ലേ? അപ്പ് ആൻഡ് ഡൗൺ സി കുത്തനെയാണ് കണ്ടക്ടർ. പിന്നെ നമ്മൾ കറണ്ട് പാസിങ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ, കറണ്ട് പാസിങ് ആൻറ്റി ക്ലോക്കാണ്, കോയിൽ നിന്ന് പുറത്തേക്ക്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് വളരെ മനോഹരമായി പഠിക്കാൻ ഞാൻ തന്നെ കണ്ടെത്തിയൊരു ഐഡിയ ട്രിക്കാണ്. അപ്പോൾ ഇത് ശരിക്കും എന്താണ്? ഒരു പാട്ട് രൂപത്തിൽ, പുഷ്പ എന്നുള്ള പടത്തിൽ ആ പാട്ട് രൂപത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൻറ്റി ക്ലോക്കോ നീഡിൽ ബിലോ ദ കണ്ടക്ടർ, അപ്പ് ആൻഡ് ഡൗൺ സി കുത്തനെയാണ് കണ്ടക്ടർ, കറണ്ട് പാസിങ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ, കറണ്ട് പാസിങ് ആൻറ്റി ക്ലോക്ക്, കോയിൽ നിന്ന് പുറത്തേക്ക്. ഓ സൈലമോ ജേക്കെ. അപ്പോൾ നോക്കാം നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ചാപ്റ്ററിനകത്ത് 4 ഈസ്റ്റഡ് മോഡലുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ആ 4 എക്സ്പെരിമെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ തീരെ പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാം? ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങളെ മനസ്സിനകത്തേക്ക് ആ ഒരു പാട്ട് അല്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് മനസ്സിലേക്ക് വന്നാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വയ്ക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പരീക്ഷണങ്ങളൊക്കെ വളരെ ഈസി ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി എന്ത് ചെയ്യാം? ഒരുപാട് കുട്ടികൾ സോളിനോഡിൻ്റെ ഒരു കണ്ടന്റ് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഞാൻ എന്ത് ചെയ്യാം? സോളിനോഡിനകത്തുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും അടക്കമുള്ള ഒരു
കണ്ടന്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം, താഴെ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തണം അല്ലേ. നിങ്ങളുടെ ഓരോ മെസ്സേജുകളാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിലപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുകളും ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇനി വേറെ ഏതെങ്കിലും ഭാഗമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അതൊക്കെ ചെയ്തിടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷണം പറയാം. അടുത്ത പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഞങ്ങളുടെ എല്ലാ ലൈവ് ക്ലാസ്സുകളും കാണുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ ഏതായാലും എന്ത് ചെയ്യുക, വീണ്ടും സന്ധിക്കും പറയും വണക്കം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.